ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ നടക്കുന്ന ആ ഒരു പ്രൊട്ടസ്റ്റ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നതിന് ചൊല്ലി ഒരുപാട് പിള്ളേർ ഓൾമോസ്റ്റ് 20+ സ്റ്റുഡൻസ് ആത്മഹത്യ ചെയ്തതും, കോക്രോച്ച് ജനതാ പാർട്ടി, SFI, ഓൾ ഇന്ത്യ സ്റ്റുഡൻറ് അസോസിയേഷൻ, ഓൾ ഇന്ത്യ സ്റ്റുഡൻറ് ഫെഡറേഷൻ എല്ലാം കൂടി ചേർന്ന് തുടങ്ങിയ ആ ഒരു സമരം ഇപ്പോൾ ഒരുപാട് സെലിബ്രിറ്റീസും എന്താ പറയുക MP മാരും കോമൺ ആൾക്കാരും എല്ലാം ഏറ്റെടുത്ത് നടത്തുന്ന ഒരു സമരമാണ്. പക്ഷെ അതിനെ നമ്മുടെ ഗവൺമെൻറ് നേരിടുന്ന ഒരു രീതി, നെയിം ബോർഡ് പോലും ഇല്ലാത്ത, അല്ലെങ്കിൽ ഒഫീഷ്യലി പോലീസ് അല്ലാത്ത ആൾക്കാർ യൂണിഫോം അണിഞ്ഞ് വന്ന് ജനങ്ങളെ തല്ലുക, ടിയർ ഗ്യാസ് ഉപയോഗിക്കുക, പിന്നെ നോർമൽ ഡ്രസ്സിൽ വന്നിട്ട് പല പാർട്ടി RSS ഗുണ്ടകൾ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, അങ്ങനത്തെ ആൾക്കാർ വന്നിട്ട് സമരക്കാരെ നേരിടുക. ഇതൊരു മതത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ ഒന്നും ലേബലിൽ നടക്കുന്ന ഒരു സമരമല്ല. ഇത് ഒരു കൂട്ടം വിദ്യാർത്ഥികളും അവരുടെ പാരൻസും കോമൺ ആൾക്കാരെല്ലാം കൂടി നടത്തുന്ന ഒരു സമരമാണ്. പക്ഷേ ഒരു ഡെമോക്രാറ്റിക് കൺട്രിയായ ഇന്ത്യയിൽ നമുക്കൊരു പ്രൊട്ടസ്റ്റ് ചെയ്യാൻ പോലും പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കണു, ഒരുപാട് ആലോചിക്കേണ്ടിയിരിക്കണു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇഷ്യൂ ഒരുപാട് ആൾക്കാർക്കൊന്നും അറിയില്ല. അപ്പോൾ ഇപ്പം നമ്മളൊക്കെ തന്നെ അതറിയാൻ ഒരുപാട് വൈകി. അപ്പോൾ നമ്മളെല്ലാവരും പ്രതികരിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഈ ഡെമോക്രാറ്റിക് കൺട്രിയായ ഇന്ത്യയിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ ഇനിയുള്ള കാലം നമ്മുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും അതുപോലെ ഇപ്പോഴത്തെ യുവത്വത്തിനൊക്കെ ജീവിക്കണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ. സോ എല്ലാവരും തിങ്ക് ചെയ്യുക, ഈ പ്രൊട്ടസ്റ്റിൽ നമുക്ക് എല്ലാവർക്കും പറ്റുന്ന പോലെ പങ്കാളികളാവാം. അപ്പോൾ ഓക്കെ, കാണാം, ബൈ.